ഇന്ന് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഞാനൊരു പുതിയൊരു വെറൈറ്റി താമര മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിങ് ആണ്. സാധാരണ എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുക്കാറ് താമരയുടെ രണ്ട് രീതിയിലാണ് നടുക എന്നറിയാം. ട്യൂബറും അതേപോലെ തന്നെ റണ്ണറും. നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ ട്യൂബർ കിട്ടാൻ പാടാണ്, അതെല്ലാവർക്കും അറിയാം. റണ്ണറാണ് നമ്മൾ നടുക. ഞാൻ സാധാരണ ഒരു റണ്ണർ അയച്ചു കൊടുക്കുക. നല്ല ഹാർഡൻ ചെയ്തിട്ട് നല്ല കട്ടിയിലുള്ള റണ്ണറാണ്. റണ്ണർ എങ്ങനെ കട്ട് ചെയ്യുക, അത് എങ്ങനെ നടുക എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ കയറിയാൽ എല്ലാവർക്കും കാണാൻ പറ്റും അതെങ്ങനെ ചെയ്യുക എന്നുള്ളത്. ഇന്ന് ഞാൻ മേടിച്ചിരിക്കുന്നത് ഒരു 2000 രൂപക്കാണ് റണ്ണർ. അത് നമുക്ക് തുറന്നാൽ കാണാം. ഞാൻ കാണിച്ചു തരാം അത് എത്രത്തോളമുള്ള റണ്ണറാണ് എന്നുള്ളത്. ആ ചെറിയ റണ്ണറുമെന്നാണ് ഇതേപോലത്തുള്ള ഫ്ലവർ പ്ലാന്റ് നമ്മൾ ഉണ്ടാക്കുന്നത്, താമരകൾ ഉണ്ടാക്കുന്നത്. ഒരു പുതിയ വെറൈറ്റി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നല്ല പ്രൈസ് ആയിക്കാരം, നല്ല ചാർജ് ഉണ്ടാവും റണ്ണറിനായാലും ട്യൂബറിനായാലും. അപ്പൊ സ്വാഭാവികമായിട്ടും റണ്ണറാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിൽ നിന്നും ചിലപ്പോൾ അതിനെക്കാട്ടും കുറഞ്ഞ വിലക്ക് ഇക്കാരം നമ്മൾ വിൽക്കുക. പക്ഷെ കിട്ടണോട് പറയും ഈ ഒരു ചെറിയ റണ്ണർ ഇതിന് ഇത്ര പ്രൈസ് ഉണ്ടോ എന്നുള്ളത്. പക്ഷെ നിങ്ങളെ നേരിട്ട് കാണിക്കാനാണ് ഞാൻ എത്ര പൈസക്കാണ് മേടിച്ചതെന്നും അതിന്റെ റണ്ണറിന്റെ വലിപ്പം നീളമൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യണത്. ഒരു ബോക്സ് വരുന്നത് വേണ്ട. ഇതിലാണ് നമ്മൾ ഉദ്ദേശിച്ച സാധനം. സേഫായിട്ട് ഇതാണ്. ഇതേപോലത്തെ കണ്ടോ, ഇതേപോലത്തെ നേരിയ റണ്ണറാണ് നമ്മൾ നടണത്. നമുക്കിപ്പോൾ വന്ന ബോക്സിലുള്ള റണ്ണറാണത്. ഇങ്ങനത്തെ ഒരു റണ്ണറാണ് നമ്മളൊരു പിടിച്ച് കിട്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ട്യൂബർ കൂടിയല്ല ഇതാണ് നമ്മൾ നടാൻ പോകുന്നത്. നല്ല പ്രൈസിൻ്റെ ഇത് നട്ടുപിടിപ്പിച്ചിട്ടാണ് നമ്മൾ ഓരോന്നുണ്ടാക്കുന്നത്. കാരണം അത്രയും ഗ്രോ ടിപ്പും വെക്കണം. ഇത് രണ്ടും പിന്നെ വേറെൻ്റെ ട്യൂബേഴ്സാണ്. ഇതാണ് അതിൻ്റെ. അപ്പോൾ ഇതൊക്കെ നട്ടിട്ടാണ് നമ്മൾ പിടിപ്പിച്ച് ഉണ്ടാക്കുന്നത്. മതി. ആ റണ്ണർ നട്ടുപിടിപ്പിച്ചതാണ്. ഷെയ്ഡിലാണ് ഞാൻ നട്ടുപിടിപ്പിച്ചത്. പിടിച്ചു കഴിഞ്ഞാൽ ഗ്രോട്ടിപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇത് പിടിച്ചു കഴിഞ്ഞാൽ വെയിലത്ത് വെക്കണം. നല്ല ഡയറക്റ്റ് വെയിൽ ഉണ്ടെങ്കിലാണ് നല്ല ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇത് ഞാൻ പിന്നെ വെയിലത്ത് വെച്ച് അതാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് വലിയ പാത്രത്തിൽ പിടിച്ച് കിട്ടിയിരിക്കണം. അതിന് ബഡുകളും ഒക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ വീഡിയോ ഞാനിടാം. ഇതിൻ്റെ ഫ്ലവർ പിക്കും ഒക്കെ ആയിട്ടുള്ള നല്ല റെഡിഷ് കളറായിട്ടുള്ള വെറൈറ്റിയാണ്. അപ്പോൾ ഇത്രയും കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്.
എല്ലാവരും ഓർക്കണം, ഇതേപോലത്തെ ചെറിയ റണ്ണേഴ്സ് കൊടുന്നിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടാണ് ഇത് ഓരോന്നും നട്ടുപിടിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കണം, നിങ്ങൾക്കൊക്കെ കിട്ടണത് 200, 250 രൂപ, 150 രൂപ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നത് ചെറിയ പ്രൈസിനാണ് നമ്മൾ അതൊക്കെ കൊടുക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും പുതിയതായിട്ട് വരുന്ന വെറൈറ്റിക്ക് നല്ല റേറ്റ് ഉണ്ടാവും. അത്രയും റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ അത് റണ്ണർ കട്ടിയാക്കിയിട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ട്യൂബർ ആണെങ്കിലും അത്ര കട്ടിയാക്കിയിട്ട് നമ്മൾ ആക്കിയെടുക്കുന്നത്. ഈ ഒരു ചെറിയ റണ്ണറിന് 2000 രൂപ കൊടുത്തിട്ട് മേടിച്ചിട്ട് അത് നട്ടുപിടിപ്പിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ അപ്ഡേഷന് ഞാൻ വരും ഷോർട്ട് വീഡിയോകളായിട്ടും ലോങ് വീഡിയോകളായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്.